ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത്. സരയുവാണെങ്കിൽ ഭയങ്കര നിലവിളിയാണ്. മോളെ കരയല്ലേ മോളെ, എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ സരയു മനോഹറിനെ ഫോൺ വിളിക്കുക. അങ്ങനെ മനോഹർ ഫോൺ എടുത്ത്, ഓ ഇവളെന്തിനാണെന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്, ശല്യം. ഹലോ, എന്താ മോളു? മനുവേട്ടാ, ഒന്ന് പെട്ടെന്ന് വീട് വരെ വാ മനുവേട്ടാ. എന്താ മോളെ, എന്തു പറ്റി എന്നും മനോഹർ ചോദിക്കുക. നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ കാണുന്നില്ലെന്നോ? അതെ മനുവേട്ട, കുഞ്ഞിനെ കാണാനില്ല. കുഞ്ഞെവിടെ പോവാനാ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല മനുവേട്ട, ഇവിടെ മുഴുവനും ഞാൻ അരിച്ചു പിറക്കി. എൻ്റെ കുഞ്ഞിവിടെ ഇല്ല. മനുവേട്ടനൊന്ന് പെട്ടെന്ന് വാ. ശരി മോളെ, ഞാൻ ഉടനെ വരാം എന്നും പറഞ്ഞ് മനോഹർ ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് ഈശ്വര, കുഞ്ഞവിടെ പോയി കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ അങ്ങോട്ട് നേരെ കാറ് തിരിക്കുക. ഈ സമയമാണെങ്കിൽ ഭയങ്കര കരച്ചില സരയു. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ എവിടെന്നെങ്കിലും എനിക്ക് കൊണ്ടുതരണം, എൻ്റെ കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങയാണ്. പ്രകാശൻ അങ്ങോട്ട് കയറി വരിക. അപ്പം മൂങ്ങ ചോദിക്കുക, എന്തായടാ പ്രകാശ, അവളെ കണ്ട് സംസാരിച്ചോ? സംസാരിച്ചമ്മേ, കാര്യങ്ങൾ ഡൺ. അതെന്താടാ, എന്താ കാര്യങ്ങൾ ശരിയായോ? പിന്നെ അതെങ്ങനെയാടാ? നിങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ അവൾ കേസ് പിൻവലിക്കാതെ പറഞ്ഞോ? ഒരിക്കലുമില്ല. 5 കോടി കൊടുക്കാന്ന കാർത്തിക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 5 കോടി കിട്ടിയ അവർ ഈ കേസിൽ നിന്ന് പിന്മാറിക്കോളാന്ന് പറഞ്ഞു. സത്യമായിട്ടും എടാ, 5 കോടി എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിന് മുകളിലല്ലേ? എൻ്റെ അമ്മേ, ഈ അമ്മയുടെ ഒരു കാര്യം ദേ, ഇനിയിപ്പോൾ അതൊന്നും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. എന്നാലും 1000 കോടിയുടെ ആസ്തിയുള്ള ആളാണ് എൻ്റെ കാർത്തിക മോളും അവളുടെ അമ്മയൊക്കെ. അങ്ങനെയുള്ളപ്പോൾ 5 കോടിയൊക്കെ അവർക്ക് വരും നിസ്സാരം. എന്തായാലും ദേ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മേ. ഈ വയസ്സാം കാലത്ത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യ എൻ്റെ കാർത്തിക മോളും ലക്ഷ്മിയും ഒക്കെ. അത് ശരിയാടാ മോനെ, സത്യം പറഞ്ഞാൽ ലക്ഷ്മിയെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാ കാർത്തിക മോൾ ഇത്രയും റിസ്ക് എടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ കാർത്തിക മോൾക്കൊരാപത്തും വരാതെ കാത്തുകൊള്ളേണ്ടത് നീയാ. അവളെ പൊന്നുപോലെ നോക്കണം, കേട്ടല്ലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കേ. എന്തായാലും എൻ്റെ ഈ ഹൃദയത്തിലായിരിക്കും അമ്മേ കാർത്തികയുടെ അമ്മായും അവളും ഒക്കെ. കാരണം എന്നെ അത്രയ്ക്ക് സഹായിച്ചവരവർ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഹൃദയത്തിലല്ലാതെ ഞാൻ അവരെ എവിടെ കൊണ്ട് നടക്കാനാ? അത് കേട്ടതും, മതി മോനെ, ഇത്രയും കേട്ടാൽ മതി. അമ്മയ്ക്ക് സന്തോഷമായി. ഇനി നിൻ്റെ ഓപ്പറേഷനൊക്കെ അമേരിക്കയിൽ പോയിട്ടാണല്ലോ നടക്കുമല്ലോ. നിനക്ക് അറ്റാക്ക് വന്നാലും ഇനി പേടിക്കണ്ട. അമേരിക്കയിലോ ജർമ്മനിലോ ഒക്കെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണം കാർത്തിക മോൾക്കുണ്ടല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും പ്രകാശ. ഞാനും അത് തന്നെ അമ്മ ആലോചിച്ചത്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇനി അമേരിക്കയ്ക്കോ ജപ്പാനിലോ എവിടെ വേണേലും പോയി കാര്യങ്ങൾ നോക്കാമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ സമാധാനത്തിലും ധൈര്യത്തിലും ഇരിക്കുക. എന്തൊക്കെ ചെയ്താലും എനിക്കിനി ആപത്തൊന്നും വരില്ലമ്മേ, അതിലെനിക്ക് 100% ഉറപ്പാണ്. അതെ, ആ കിരണിൻ്റെയും കല്യാണിയുടെയും കമ്പനിയിൽ നമ്മൾ ഒരുപാട് കാലം നിൽക്കാനൊക്കെ നോക്കിയതല്ലേ, പക്ഷെ അതൊന്നും പറ്റിയില്ലല്ലോ. എന്നാൽ നമുക്കിപ്പോൾ സ്വന്തം കമ്പനിയാണ് ഉള്ളത്. കാർത്തികമ്മളുടെ അമ്മയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എല്ലാം എനിക്ക് തരും. അങ്ങനെ തന്നു കഴിയുമ്പോൾ ആ കല്യാണിയുടെയും കിരണിൻ്റെ മുൻപിൽ വിരസാം. അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഇന്ന് ഞങ്ങൾ ആ ലക്ഷ്മിയെ കാണാൻ ചെന്നപ്പോഴേ അവിടെ ഇരിക്കുക ആ കിരണും കല്യാണിയും. ഇവളും അവനും എന്തിനാടാ അങ്ങോട്ട് പോകുന്നേ? അത് തന്നെയമ്മ എനിക്ക് മനസ്സിലാവാത്തത്. മനഃപൂർവ്വം അവളെ പിറഞ്ഞ് എരിപിരി കയറ്റാൻ വേണ്ടി പോകുന്നതാ. അതെനിക്ക് മനസ്സിലായി. എന്തായാലും കാർത്തിക മോളുടെ പണത്തിന് മുൻപിൽ ആ ലക്ഷ്മി വീണു, അത്രയേ ഉള്ളൂ. 5 കോടി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളൊന്ന് ശരിയെന്ന് അപ്പം തന്നെ സമ്മതിക്കുകയായിരുന്നു അമ്മ. എന്തായാലും ആ കിരണും കല്യാണിയൊക്കെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. എടാ മോനെ, അതല്ലടാ, ഈ 5 കോടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആകെ ലക്ഷ്മി അങ്ങ് നന്നായി പോവില്ലേടാ, വലിയവളാവില്ലേ? ആയിക്കോട്ടെ അമ്മേ, അതിൽ നമുക്കെന്താ പ്രശ്നം? അങ്ങനെ ആയാലും ദേ, നമുക്ക് ഒരു ഗുണമുണ്ടല്ലോ. കാർത്തിക മോളുടെ അമ്മയെ കല്യാണം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കാമല്ലോ. അമ്മ ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങ് പോവുക. 5 കോടി അവൾക്ക് വെറുതെ കൊടുത്തിരിക്കുന്നു, എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ ഇങ്ങനെ നിൽക്കുക. ഈ സമയം കിരണും കല്യാണിയും ബൈജും ഒക്കെ വാതിക്കലിരിക്കുക. അപ്പോഴേക്ക് സരയു പുറത്തുനിന്ന് ഭയങ്കര നിലവിളി, എൻ്റെ കുഞ്ഞവിടെ കാണാനില്ലല്ലോ. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ ആരാ കൊണ്ടുപോയി? നീയൊക്കെ സന്തോഷിക്കണ്ട. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയും അധികം നാൾ ലാളിക്കില്ല. അതിനെ നിങ്ങളൊന്നും കാണാൻ പോലും പറ്റില്ല. നിങ്ങളുടെ സന്തോഷം ഞാൻ തല്ലിക്കടത്തും. ഞാൻ ചത്താലോ അങ്ങനെ തന്നെ ചെയ്യും. ഇവൾക്ക് എന്താ കല്യാണി, ഭ്രാന്തായോ? വെറുതെ അവളുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വെക്കിട്ട് കയറുന്ന എന്തിനാ? അത് കേട്ടതും ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച ഒരു അമ്മയുടെ വേദനയാണ് ബൈജു അത്.
എത്രയൊക്കെ ദുഷ്ടത്തിയാണെങ്കിലും അവളൊരമ്മയല്ലേ. അവളുടെ കുഞ്ഞിനെ കാണാനില്ലാത്തതുകൊണ്ട് അവളാകെ സങ്കടപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് അവളിതൊക്കെ പറയുന്നത്. പറഞ്ഞോട്ടെ, അവൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നമ്മളതിൽ കാര്യമായിട്ട് എടുക്കണ്ട. എന്നാലും ആ കുഞ്ഞിനെ കൊണ്ടുപോയത് ആരായിരിക്കും? ആർക്കറിയാം? ഇനിയിപ്പോ അവൻ മനോഹർ എടുത്തോണ്ട് പോയതാണോ? ഒരിക്കലുമില്ല, അവനങ്ങനെ ചെയ്യില്ല. ഇനി എനിക്ക് സംശയം മുഴുവനും ആ വീട്ടിലെ മറ്റു രണ്ടെണ്ണമാണ്. അതെ, സരയുവിൻ്റെ കൂടെ ആ കുഞ്ഞുള്ളത് ഒരിക്കലും ഒന്നെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ ശാരി, അവർ രണ്ടുപേരിലും ആരെങ്കിലും ഒരാളായിരിക്കും കുഞ്ഞിനെ കളഞ്ഞത്. അത് ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും മനോഹർ വരിക. മനുവേട്ട, എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല മനുവേട്ട, നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല മനുവേട്ട, കുഞ്ഞെവിടെ പോയി എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ശാരിയോട് ചോദിക്കുക, കുഞ്ഞെവിടെ? എനിക്കറിയില്ല മോനെ, സത്യമായിട്ടും കുഞ്ഞെവിടെയെന്ന് അറിയില്ല. അല്ല, പകല് കുഞ്ഞെവിടെയെന്ന് പോലും നോക്കാതെ നിങ്ങളൊക്കെ എന്തെടുക്കുമായിരുന്നു? ഞാനൊന്ന് മയങ്ങിപ്പോയി മനുവേട്ട. ആ സമയത്ത് ഇതൊക്കെ സംഭവിച്ചത്. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം മനുവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയും മനോഹറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് കരയുക. മോള് വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം വാ. ഇവിടെ CCTV ഉണ്ടല്ലോ, CCTVയിൽ നോക്ക്. അത് കേട്ടതും പ്രാന്ത് പിടിച്ച രണ്ടെണ്ണവും കൂടെ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. രണ്ടിനെയും മനസ്സിലായല്ലോ? ഇത്ര നേരമായിട്ടും CCTV ഒന്നും നോക്കിയില്ലേ? ഇല്ല മോനെ, ആകെ ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലും ശാരി ഇങ്ങനെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. ഈ സമയം അകത്ത് പോയി രണ്ടുപേരും CCTV പരിശോധിക്കുക. അപ്പം മനോഹർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശാരി രാഹുലിനോട്, ഈശ്വര പേടിയാവുന്നു, എനിക്ക് നല്ല പേടിയുണ്ട്. നിങ്ങളുടെ ഐഡിയ കാരണം ഇനി ഞാനെങ്ങാനും അതിൽ പെട്ടുപോകുന്ന എൻ്റെ സംശയം. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കും ശരി. അല്ല, ഇനി നീ കുഞ്ഞിനെ കൊടുക്കുന്ന ഇതെങ്ങാനും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പതിഞ്ഞാ നിങ്ങളുടെ കാര്യം പോക്കാം, നിങ്ങളെ കൊന്നിട്ടെ ഞാനും ചാകൂ എന്നും പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ഒരു ഭിക്ഷക്കാരനകത്തേക്ക് വരുന്നത് കാണുവാണ് സരയു. അത് കണ്ടതും സരയുവിൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടി. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ പിച്ചക്കാരനാണോ കൊണ്ടുപോയത്? അപ്പോഴേക്കും അയാൾ അകത്തേക്ക് കയറിയതും ശാരിയും രാഹുലും തമ്മിൽ സംസാരിക്കുന്നത് മനോഹർ ഇടങ്ങണിട്ട് നോക്കുക. അതെ, അവരുടെ ആ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ മനോഹറിന് കാര്യം പിടികിട്ടി. ശാരി രാഹുലും കൂടിയാണ് എന്തോ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. ഈ സമയം നമ്മുടെ സരയു ഞെട്ടിപ്പോയി. ആ ഭിക്ഷക്കാരൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. ഈശ്വര, എൻ്റെ കുഞ്ഞ് ഭിക്ഷക്കാരൻ്റെ കയ്യിലോ? എൻ്റെ മോളെ, എൻ്റെ കൺമണി മോളെ എന്നും പറഞ്ഞുകൊണ്ട് സരയു അവിടെ ബോധം കെട്ട് വീണതും നമ്മുടെ മനോഹർ, മോളെ സരയു അയ്യോ പെട്ടെന്നൊന്ന് വെള്ളം എടുക്ക് എന്നും പറയുക. അപ്പോഴേക്ക് രാഹുൽ വെള്ളം കൊണ്ടുവന്ന് സരയുവിൻ്റെ മുഖത്ത് തളിക്കുകയാണ്. എന്നിട്ട് എഴുന്നേൽപ്പിക്കുക. അപ്പോഴേക്ക് സരയു എഴുന്നേറ്റു. ഞാനിതെങ്ങനെ സഹിക്കും? എൻ്റെ മോളെ കാണുന്നില്ലല്ലോ, എൻ്റെ മോളെ ഭിക്ഷക്കാർ തട്ടിക്കൊണ്ടുപോയി. നിങ്ങളെന്താ പകല് വാതിലും തുറന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്? അത് പിന്നെ ഞങ്ങളിവിടെ മുറിയിലായിരുന്നു. അപ്പോൾ ശാരിയെ തുറച്ചു നോക്കി. എൻ്റെ കുഞ്ഞിനെ ഭിക്ഷക്കാരെടുത്തോണ്ട് പോകുന്നവരെ നിങ്ങൾ എന്തെടുക്കുമായിരുന്നു? ഞാൻ മുറിയിലായിരുന്നു മോളെ. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഞാൻ വരുമ്പോൾ നിങ്ങൾ അടുക്കളയിലായിരുന്നല്ലോ. അത് ഞാനപ്പോൾ താഴേക്ക് വന്നതേ ഉള്ളൂ ചായ ഇടാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കാണാതിരുന്നത്. എല്ലാവരും കള്ളിയാ, നിങ്ങളും കള്ളിയാ, നിങ്ങളുടെ ഭർത്താവും കള്ളിയാ. ഈശ്വര, മടുത്തു, ഈ വീട്ടിലുള്ള ജീവിതമേ മടുത്തു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രാന്ത. എനിക്ക് നല്ല സംശയമുണ്ട്, ഇവർ രണ്ടുപേരും കൂടിയാണ് എൻ്റെ കുഞ്ഞിനെ എടുത്ത് കൊടുത്തതെന്ന് നല്ല സംശയമുണ്ട്. ഈ വീട്ടിൽ നിന്ന് എനിക്ക് മടുത്തു, ചത്താലും കുഴപ്പമില്ല ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് സരയു ഭയങ്കരമായിട്ട് കരയുക. ഈ സമയം സരയുവിൻ്റെ സങ്കടം കണ്ടിട്ട് നമ്മുടെ മനോഹർ, എന്നാൽ പിന്നെ പോലീസിൽ പരാതി കൊടുക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ വിളിക്കുക. ഞാൻ പോയി കൊടുത്തോളാം, നീ മോളെ ആശ്വസിപ്പിക്കുക എന്നും പറഞ്ഞ് രാഹുൽ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം ശാരി, ഈശ്വര എന്തൊരു കഷ്ടമായത്, എല്ലാം കൊണ്ടും മനസ്സിന് പേടിയുള്ള കാര്യമാണല്ലോ ഇവിടെ നടക്കുന്നത്. ദൈവമേ, സരയു അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞാൽ തീർന്നുമല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പോലീസുകാരനെയാണ് കാണിക്കുന്നത്. സാർ, വീട്ടിൽ നിന്നും പകലാണ് ആ ഭിക്ഷക്കാരൻ കുഞ്ഞിനെയും കൊണ്ട് പോയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ വീട് കെട്ടിയിട്ട് വീടും വാതിലും ജനലും ഒക്കെ തുറന്നിട്ടിട്ട് വീട്ടിലുള്ളവർക്ക് എന്താ പണി എന്നും പോലീസുകാരൻ്റെ ചോദ്യം. എൻ്റെ സാറേ, എൻ്റെ വൈഫായിരുന്നു കുഞ്ഞിനെ ഹോളിൽ കിടത്തിയിരുന്നത്. ആ സമയത്ത് അവൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭിക്ഷക്കാരൻ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. ഇത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുവാണോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞിനെ എടുത്തോണ്ട് പോയത് ആരാണെന്ന് നിങ്ങൾ പറഞ്ഞു, ഭിക്ഷക്കാരനെന്ന്.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ചരിത്രം മുഴുവനും ചന്ദ്രസേനൻ സാറും കിരണും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവർ നിങ്ങളുടെ പേര് പറഞ്ഞ പെടും. പിന്നെ നിങ്ങൾ സ്റ്റേഷനിലൊന്നൊരു പരാതി എഴുതിത്താ, ഞാൻ പരാതി എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ CI പറയുക. അത് കേട്ടത് രാഹുൽ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറണ. ഈശ്വര, ഇയാൾക്ക് സംശയം തോന്നുവാണല്ലോ. ആ ചന്ദ്രസേനൻ കാരണം ഞങ്ങളെല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുലും കാറിൽ കയറി പോവുകയാണ്. ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ CI ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ എന്നാലും ആ കുഞ്ഞിനെ ആരായിരിക്കും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവുക. സരയുനാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. സരയും കരഞ്ഞ് കരഞ്ഞ് ഒരു വഴിയായി, കരച്ചിലടക്കാൻ പറ്റുന്നില്ല, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് തൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല. കിരണും കല്യാണിയും അത് അന്വേഷിക്കാൻ വേണ്ടി തന്നെ കാത്തിരിക്കും. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശം ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ പോവുക. ബാലണ്ണ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാനേ കാർത്തിക മോളുടെ അമ്മയുമായിട്ടുള്ള കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് നിങ്ങളെ ഞാൻ ആ കാർത്തിക ഫുഡ്സിലേക്കും പിന്നെ LK കൺസ്ട്രക്ഷനിലേക്കും ഒക്കെ എടുക്കും ഡ്രൈവറായിട്ട്. എൻ്റെ എല്ലാ ബ്രാഞ്ചുകളുടെയും ഡ്രൈവർ നിങ്ങളായിരിക്കും. സത്യം സത്യം. എടാ പ്രകാശ, എന്നാലും ലക്ഷ്മിയൊക്കെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നീ വലിയ ആളാവത്തില്ലയോടാ? ആകും. അങ്ങനെ ആളായി കഴിയുമ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങളെയൊക്കെ നല്ല നിലയിലെത്തിക്കണം. രാജപ്പണ്ണനോട് ഞാൻ മേടിച്ച 10 ലക്ഷം കൂടാതെ വേറൊരു 10 ലക്ഷം കൂടെ മേടിച്ചിട്ടുണ്ട്. അത് ഡബിൾ മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളും രാജപ്പന് വേണ്ടി ചെയ്യണം. കാരണം രാജപ്പണ്ണനാണ് എന്നെ ഒരു കാശ് ഒന്ന് സഹായിച്ചത്. എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് നിങ്ങളറിയില്ല ബാലണ്ണ, ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങളെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ മറക്കില്ല ബാലണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ പറയുക. പിന്നെ ആദ്യം ഞങ്ങൾ കൺസ്ട്രക്ഷനിൽ വർക്ക് പിടിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ്റെ ഇതിൽ നിന്നും ലാഭം കുറഞ്ഞേ എടുക്കൂ. അങ്ങനെ ലാഭം കുറച്ച് പിടിച്ച് പിന്നെ അത് കുറച്ച് കൂട്ടും. ഈ കിരണുണ്ടല്ലോ, അവനൊക്കെ അങ്ങനെ തന്നെയാണ് കമ്പനിയെ ഒരുപാട് മുകളിലെത്തിച്ചത്. കിരണിൻ്റെ കമ്പനി ഉയരങ്ങളിലെത്തിയതും അതുകൊണ്ടാണ്. എടാ പ്രകാശ, അത് കിരണിൻ്റെ കമ്പനി അല്ലടാ, കല്യാണിയുടെ കമ്പനിയാ. ഇന്ന് കിരണിൻ്റെ പേരിലുള്ള എല്ലാ കമ്പനിയും കല്യാണിയുടെ പേരിലാണ്. അവളുടെ പേരിലാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അവളുടെ പേരിലാക്കിയിട്ട് എന്താ കാര്യം? അവനൊരു പെൺകോന്തനായതുകൊണ്ടാണ് ഒന്നും അവൻ്റെ പേരിലില്ലാതെല്ല അവക്കടെ പേരിലാക്കിയത്. അതിനെ ഇനി വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. എടാ പെൺകോന്തനായതുകൊണ്ടല്ലടാ, നിൻ്റെ മോളുടെ ഭാഗ്യം കൊണ്ടാ. നിൻ്റെ മോള് ഒരു മിടുക്കി കുട്ടിയാ. അവൾക്ക് എല്ലാ കമ്പനിയും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവും ആ ഒരു പക്വതയുണ്ട്. അതുപോലും മനസ്സിലാക്കാതെ ഇടതേ ബാലണ്ണ, നിങ്ങളോട് ഞാൻ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ അവളുടെ കാര്യം എടുത്തിട്ട് എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞ് ബാലണ്ണ ഇങ്ങനെ നിൽക്കുമ്പോൾ കാർത്തികയെയും വേറൊരു മേഡത്തെയും കാണിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടിനും കാറിൽ നിന്ന് ഇറങ്ങി. മാഡം, നമുക്ക് നന്നായിട്ട് വർത്തമാനം പറയാനും ഫ്രീ ആയിട്ടിരിക്കാനും പറ്റിയ സ്ഥലം ഇതാ, മാഡം വാ എന്നും പറഞ്ഞ് വിളിക്കുക. അത് കേട്ടതും നമ്മുടെ മാഡം എനിക്കും അറിയാം, ഇവിടെ ഞാനും ഇടയ്ക്ക് വരാറുണ്ട് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ബാലണ്ണ കാറ് നിർത്തി ജനൽ തുറന്ന് നന്നായിട്ട് നോക്കി. ദൈവമേ, ഇത് അവരല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്താ ബാലണ്ണ, നിങ്ങളെന്തിനാ കാറ് നിർത്തിയേ? എടാ പ്രകാശ, നോക്കിയടാ, അത് കാർത്തികമ്മളുടെ അമ്മയല്ലേ? കാർത്തികമ്മളുടെ അമ്മയോ? ഒന്ന് പോ ബാലണ്ണ, അവരെ ചെന്നൈയിലാണ്. അങ്ങനെയുള്ളപ്പോൾ അവരെങ്ങനെ ഇവിടെ കാണുന്നേ? എടാ, എനിക്കൊരു സംശയമില്ല, ഇത് കാർത്തികയുടെ അമ്മ തന്നെയാണ്. അത് കേട്ടത് പ്രകാശം നന്നായിട്ട് ഒത്തു നോക്കുക. ആണോ ബാലണ്ണ? എടാ അതേടാ. ബാലണ്ണ, ഞാൻ പറഞ്ഞില്ലേ ദൈവം ഉണ്ടെന്ന്. അപ്പോൾ ദൈവം ഉണ്ടെന്നുള്ള കാര്യം സത്യ. എന്നെ കാണിക്കാതെ കല്യാണം വരെ അമ്മ ഏതാണെന്ന് മറച്ചു പിടിക്കാനായിരുന്നു കാർത്തികയുടെ ഉദ്ദേശം. എന്നാ കാർത്തിക മോളെ ഇപ്പം ദൈവം തോപ്പിച്ചു. എന്നെ ദൈവം രക്ഷിച്ചു. കണ്ടില്ലേ, ഞാൻ കാർത്തിക മോളുടെ അമ്മയെ കണ്ടു. ഇത്ര ആവേശമൊന്നും വേണ്ട. ഞാൻ ആദ്യം അവരെ അകത്തേക്ക് ചെല്ലാം. എന്നിട്ട് അവര് കാർത്തികയുടെ അമ്മ തന്നെയാണെന്ന് കൺഫേം ചെയ്യണ്ടേ? അതിനുശേഷം നമുക്ക് സന്തോഷിച്ചാൽ മതിയുടെ പ്രകാശ. അത് ശരിയാ. അല്ല ബാലണ്ണ, നമ്മളെങ്ങനെ അകത്തോട്ട് പോകുന്നേ? ഒരു കാര്യം ചെയ്, എന്നെ കണ്ട കാർത്തിക സംശയവും. നിങ്ങളിവിടെ ഒന്ന് ഒളിഞ്ഞു നോക്ക്, അവരെന്താ സംസാരിക്കുന്നതെന്ന്. അയ്യടാ, അത്രയ്ക്ക് തരം താഴ്ന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്യില്ല എന്നും ബാലണ്ണൻ ഇത് കേട്ടതും പിന്നെ എങ്ങനെ അറിയും? ഞാൻ എന്തായാലും അവിടെ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ അഭിനയിക്കാം. അപ്പോൾ ആർക്ക് സംശയം തോന്നില്ലല്ലോ. അത് ശരിയാ. എന്നാൽ ചെല്ല് ബാലണ്ണ
എന്നൊക്കെ പറയുകയാണ്. ഈ സമയം കാർത്തിക സംസാരിക്കുകയാണ്. എൻ്റെ എല്ലാ ബ്രാഞ്ചുകളും, അതായത് കാർത്തിക ഫുഡ്സിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും ഏറ്റെടുക്കാൻ മാഡത്തിന് തയ്യാറാണോ? പിന്നെ 100% ഞാൻ തയ്യാറാണ്. എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. ധൈര്യമായിട്ടിരിക്കുക കാർത്തികേ. എന്തായാലും കാർത്തികയുടെ അമ്മ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പിന്നെ നോക്കി നടത്താൻ എൻ്റെ അനിയത്തിയും അവളുടെ ഹസ്ബൻഡും ഉണ്ട്, മിടുക്കരാ. അതൊക്കെ ഞാൻ കേട്ടു. നിങ്ങളുടെ ജീവിതത്തിലെ കഥാപാത്രങ്ങൾ അല്ലേ? അതെ, അതിൽ പ്രധാന കഥാപാത്രങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ സന്തോഷം കല്യാണ ദിവസം അങ്ങ് ഒടുങ്ങിത്തീരും. എല്ലാത്തിനും ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് കേട്ടതും നമ്മുടെ ബാലണ്ണൻ അവിടെ നിന്നിങ്ങനെ നോക്കുക. അപ്പോൾ പ്രകാശനാണെങ്കിൽ പുറത്തിരിക്കണം. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.